ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം 6:15. സാധ്യമായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സന്ധ്യാസമയത്ത് വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥത്തെ നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ചേർക്കാം. നിങ്ങൾ കുടുംബമായിട്ടിരുന്നാണോ വ്യക്തിപരമായൊരു സ്ഥലത്തിരുന്നാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ അന്വേഷിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥം തേടി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർക്കുകയാണ്. ആദ്യമേ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവേ, ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവർ, ആ വ്യക്തി, ആ കുടുംബം, അവരെഴുതി പ്രാർത്ഥിക്കുന്ന വിഷയം, ഇതയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, ചേർന്നു നിൽക്കുന്നവർ, കർത്താവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നാം കേൾക്കുന്നത് സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം അനുഗ്രഹമുള്ളൊരു വാക്കാണ്. പക്ഷേ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? ചോദ്യചിഹ്നമാണ്. ആര് താമസിക്കും? ആർക്ക് അനുഗ്രഹം കിട്ടും? ആർക്ക് ദൈവാനുഗ്രഹം കിട്ടും? ആര് അങ്ങയുടെ വിശുദ്ധഗിരിയിൽ വാസമുറപ്പിക്കും? ആര് വസിക്കും? അതിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് 3-ാമത്തെ വാക്യമാണ്. പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. ആരാണ് ദൈവാനുഗ്രഹം അനുഭവിക്കുന്നത്? ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്? വ്യക്തവും കൃത്യമായിട്ട് എഴുതിയിരിക്കുവാണ്. അനുഗ്രഹം ലഭിക്കാൻ ഒരു കാരണമുണ്ട്, ആ അനുഗ്രഹം തടയപ്പെട്ടും കിടക്കാനും കാരണമുണ്ട്. ആര് വിശുദ്ധഗിരിയിൽ വസിക്കും? ആര് ദൈവാനുഗ്രഹം അനുഭവിക്കും? ആര് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കും? ആര് വിടുതൽ അനുഭവിക്കും? ആരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുക? 3-ാമത്തെ വാക്യമാണ്. പരദൂഷണം പറയരുത്, ഇല്ലാ വചനങ്ങൾ പറയരുതെന്ന്. കാണാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ കണ്ട പോലെ കേട്ട പോലെ വിളിച്ചു പറയരുത്. സ്നേഹിതനെ ദ്രോഹിക്കരുത്. സ്നേഹിച്ചു കൂടെ നിന്നവനാ, ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചില പിണക്കമുണ്ട്. ദ്രോഹിക്കാൻ നിൽക്കല്ലേ. ആ വഴിക്ക് പോട്ടെ, ആ വഴിക്ക് പോട്ടെ. മനസ്സിൽ തോന്നും ചില ദ്രോഹങ്ങളൊക്കെ ചെയ്യാൻ. പലരും പറയും ദ്രോഹിക്കാൻ, അങ്ങനെ വിട്ടാൽ പറ്റിയാലെന്ന് പറയും. ദ്രോഹിക്കരുത്, ആ വഴിക്ക് വിട്ടേരെ. ആ വ്യക്തിയെ പുറകെ പോയി ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പോകണ്ട. അതെൻ്റെ അനുഗ്രഹത്തെ അത് തടയപ്പെടും, ഉപദ്രവിക്കും. അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യരുത്. അപവാദം ചുമ്മാ വിളിച്ചു പറയുക, ചുമ്മാ വിളിച്ചു പറയരുത്. ചെയ്യാത്തവനെ ഈ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കത്തുള്ളൂ. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാനതിനകത്തൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിൽ നമ്മൾ വസിക്കണം. ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടവരണം. ഇതൊന്നും വലിയ കാര്യമായി കാണാത്തവരാ നമ്മൾ. ഞാനടക്കം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല,
എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ വചനം എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപവാദം അതൊന്നും വലിയ വിഷയമില്ല. ബൈബിൾ വചനം വളരെ ഗൗരവമായിട്ടായി പറഞ്ഞിരിക്കുന്നത്. ആര് വസിക്കും, ആരനുഭവിക്കും? സ്നേഹിതനെ ദ്രോഹിക്കാത്തവൻ, അയൽക്കാരനെതിരെ അപവാദം പരത്താത്തവൻ, പരദൂഷണം പറയാത്തവൻ ദൈവാനുഗ്രഹത്തെ അനുഭവിക്കും, ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിൽ വസിക്കും. പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥ ചേർത്ത് വെച്ച്, എന്നിട്ട് നൊവേനയുടെ പ്രാർത്ഥന 3 പ്രാവശ്യം ചെല്ലാൻ ഒരുങ്ങിക്കേ. നന്നായിട്ടൊന്ന് പശ്ചാത്തപിക്കാം. പാപങ്ങളുണ്ടെങ്കിൽ അനുതപിക്കാം. ഒരുക്കമുള്ളൊരു മനസ്സോടെ ഇരിക്കാം. പ്രാർത്ഥനയുള്ളൊരു അന്തരീക്ഷത്തിലിരിക്കാം. കണ്ണുകളെ അടച്ച് തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ ശ്രദ്ധയോടെ ഒന്നിരുന്നേ. അത്ഭുത മാധ്യസ്ഥമാണിത്. ശക്തിയുള്ള മാധ്യസ്ഥമാണ്. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന മാധ്യസ്ഥമാണ്. പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ വചനത്തിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ, ഈ നൊവേനയിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ആ ഗാനം ചേർന്ന് പാടി നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ പ്രവേശിക്കാം. ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനിധേ യൂദാ വിശുദ്ധ ശ്ലീഹാ പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനിധേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ ആവശ്യത്തെ ഇപ്പോൾ സമർപ്പിക്കാം. ആ നിയോഗത്തെ സമർപ്പിക്കാം. ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. എൻ്റെ കൂടെ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. രണ്ടാമത്തെ പ്രാവശ്യം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,
വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, രോഗികൾ, സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ ഞാൻ നിയോഗത്തിൽ ഓർക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. നിയോഗ പ്രാർത്ഥന ചൊല്ലാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അത് നിങ്ങളിൽ ഒരു അനുഗ്രഹത്തിന്, ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുന്നതിന് കാരണമാകട്ടെ. വിശ്വാസത്തോടെ ആയിരിക്കാം. മൂന്നാമത്തെ പ്രാവശ്യം സാധ്യമെങ്കിൽ കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ കാണുക. ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്, ആ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്, പരീക്ഷ അനുഗ്രഹമാകുന്നത്, പഠിക്കാൻ കഴിയുന്നത്, ജോലി ലഭിക്കുന്നത്, പ്രതിസന്ധികൾ മാറുന്നത് എല്ലാം വിശ്വാസത്തിൽ കാണുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് ഓടി വന്നേ. പാസ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് ഒന്നെടുത്ത് പ്രാർത്ഥിച്ച്. സ്ഥലം വിൽക്കാൻ ആഗ്രഹമുള്ളവർ ആ ഒരു കാര്യം എഴുതി ഒന്ന് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച്. അല്ലെങ്കിൽ ഓരോ നിയോഗം എന്ത് കാര്യം അതൊന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങയുടെ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുണ്ടെന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓരോ തരത്തിൽ ഓരോ പടി അനുഗ്രഹമായിട്ടാണ് വരുന്നത്. പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിങ്ങളുടെ കൈകളിലുള്ള ആ നിയോഗത്തെ അതെൻ്റെ ദൈവം എനിക്ക് ഈ നൊവേനയിലൂടെ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുക. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. രണ്ട് മനസ്സോടെ പ്രാർത്ഥിക്കരുത്. ഒറ്റ മനസ്സോടെ ഒറ്റ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. നിയോഗ പ്രാർത്ഥന ചെല്ലാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വിശുദ്ധൻ്റെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും സകല പ്രതികൂലങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പൂജ്യനാം പുണ്യതാതാ
യേശുവിൻ സ്നേഹദൂത യൂദാത്തദേവുസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാതാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ. വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നൊവേന നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്യുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഈ സാക്ഷ്യങ്ങളൊന്നും മൂടി വയ്ക്കരുത് കേട്ടോ. സാക്ഷ്യങ്ങൾ സന്തോഷത്തോടെ ഒരു ദിവസം വരണം. സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം. ആ സാക്ഷ്യങ്ങൾ അനേക സാക്ഷ്യങ്ങൾക്ക് കാരണമാവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥ നൊവേന ചൊല്ലിയ ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും നിയോഗത്തിനും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം, നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.